ഇടതു മാറി വലതു മാറി പറഞ്ഞു പറഞ്ഞ് കാട് കേറി കൂടെ നിന്നൊരു കാലുമാറി തമ്മിൽ തല്ലിയാകെ നാറി. ഇടതു മാറി വലതു മാറി പറഞ്ഞു പറഞ്ഞ് കാട് കേറി കൂടെ നിന്നൊരു കാലുമാറി തമ്മിൽ തല്ലിയാകെ നാറി. കൗരവർ പാണ്ഡവർ ചേർന്ന് ചെയ്യും യുദ്ധം. പക്ഷെ രണ്ട് പക്ഷ ന്യായം ഇവരിലാരണധിക ശക്തം. ഒന്ന് പഴയ പക്ഷം എന്നാൽ ഒന്ന് പുതിയ പക്ഷം. 20-20 വർഷം ഇന്ന് സച്ചിനാണ് ഇഷ്ടം. ഹലോ, എന്നെയാന്ന് പറയുകയും ചെയ്തു. ഇപ്പൊ മാറ്റി പറയാനും പറ്റത്തില്ല. ആ നാണക്കേടായല്ലോ. പോയാ എണ്ണീക്ക് ആരൊക്കെ പോയാലും ധോണിയാണ് ഒറ്റയ്ക്ക്. ധോണിയൊന്നും തൊലിക്ക് ഒന്ന് പോടെ നിർത്തി. ഇതിനേക്കാൾ നല്ല വള്ളം കളിക്ക് പോന്നേ. ശംഭു, നേരത്തെ എന്തോ പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞു? നിനക്കെന്തോ വട്ടായോ? ഞാൻ ഉറയും കയറാൻ നീ എന്താണ്ട് പറഞ്ഞല്ലോ. എന്തൊരു നാട്ടുപാടേ ഇത്. നിന്റെ വായി പിന്നെ അത്ര വാരി പൊത്തേക്ക് വന്നില്ല. പോടാ. എന്നെ ഇപ്പൊ ഒരുമാതിരി തീട്ട കളി കളിക്കുന്നു. ചുമ്മാ വീട് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി. ഞാനൊരു കാര്യം പറയട്ടെ. എന്തുവാ? 10 രൂപ എടുക്കാൻ. അന്നേരം അവിടെ പോയിട്ട് വിസിറ്റ് മേടിച്ച് അടിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞട്ടെ, നമുക്കിന്ന് കളിക്കാൻ പോകണ്ട. നാണക്കേടാ. നീ മിണ്ടല്ലേ. നീ ഒറ്റ ഒരുത്തം കാരണം അവിടെ ഇത്ര ഇടി പൊട്ടിയത്. ഞാനെന്താ ഇത്? നീയൊന്നും ചെയ്തില്ല. എന്നെ പറയിപ്പിച്ചല്ലേ. ഓ വന്നല്ല അടുത്ത മാറണം. എന്താണ് രണ്ടും കൂടെ മനുഷ്യ ഇപ്പൊ ചത്തേനെ. പാലുമാനന്ത് രാവിലെ നീ കിട്ടിയെടുത്ത്. ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിരുന്നു. ആ ജില്ലയാണല്ലേ പുള്ളി എനിക്കൊരു വീട് സെറ്റായിട്ട്. ബെസ്റ്റ്, നല്ല ബാധയുള്ള വീട് സെറ്റ് ചെയ്ത് തന്നെ. പിന്നെ 21-ാം നൂറ്റാണ്ടിലെ ലക്ഷ്യമൊക്കെ ഒന്ന് പാടായിരിക്കാൻ. അണ്ണം തൊഴയാൻ തുടങ്ങിയിട്ട് ഇനി അവന്മാർ കളിക്കാനൊന്നും വരാൻ സാധ്യതയില്ല. എല്ലാം കൂടെ വീട്ടിൽ കയറി അടയിരിക്കുമായിരിക്കും. അത് ശരിയാ. പഞ്ചാബ് കൂടെ ഫസ്റ്റ് കളി പൊട്ടിയപ്പോ നിനക്ക് ആശ്വാസമായി കാണുമല്ലോ. ആദ്യത്തെ കളി തോറ്റപ്പോഴേ ഞങ്ങള് കപ്പുറപ്പിച്ചു. അയ്യ എന്ത് തള്ളടാ വധൂരി നീ. ഇവിടെ 5 കളി തോറ്റിട്ട് കപ്പടിച്ചേക്കുന്നു. പിന്നെ ആ ഒരു കളി തോറ്റപ്പോ ഒന്ന് പോടാ. പിന്നെ ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ആ ഊത്തുകളോട് തോറ്റുപോയി. അതേ ഉള്ളൊരു വിഷമം. ഫസ്റ്റ് കളി പൊട്ടിയാലെന്നല്ല, അടുത്ത കളി കിടിലം കമ്പാക്ക് നടത്തിയില്ലേ പിള്ളേര്. സത്യം പറ, നീ ടീമിന്റെ ഫാനാ? ഇപ്പൊ പറയണം, ഏതെങ്കിലും ഒരു ടീം പറയണം. ഇപ്പൊ പറ. തേനെന്താണ്ട് ഞാനിപ്പോ RCB യാ. പിന്നെ എന്നെ പഴയ ടീമായ ഹൈദരാബാദ്. 2 ടീമല്ല ആയുള്ളൂ, ബാക്കി കൂടെ പണ കുറഞ്ഞു പോയി. പിന്നെ ഗംഭീർ എണ്ണന്റെ ഡൽഹി, കൊൽക്കത്ത. എങ്ങനെ സാധിക്കുന്ന നിനക്ക്? നമിച്ച് എന്തോ സ്റ്റെയിനോ ചെണ്ടകൾക്കൊക്കെ ഇപ്പൊ ഫാൻസ് ആയോ? എന്തോ ചെണ്ടയോ? ആയ കാലത്ത് അങ്ങേറെ ബോൾ ഫേസ് ചെയ്താലേ നമ്പർ 1 ബാറ്റ്സ്മാൻമാരുടെ പെടുക്ക ഇറക്കിയായിരുന്നു. പെടുക്ക. ഇന്നലെ വന്ന് പിള്ളേരുടെ പോട്ടെ വിട്ടാരെ. ഈ പ്രാവശ്യം പഞ്ചാബ് സെറ്റ് ടീം. ഓ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈ പ്രാവശ്യം പ്രീതിയുടെ ചിരി കണ്ടാ മതി. ആ കാണും. നീ പ്രീതി ചേച്ചിയുടെ കൊണയം കണ്ടോണ്ടിരുന്നു. സുനിമോൻ ഗ്യാപ്പ് കളിച്ചിന്റെ പെണ്ണിനെ കൊണ്ട് പോയി. എന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. ടിക്കറ്റ് എടുക്കാതെ കള്ളോണ്ട് കയറാൻ ഒരു ചാൻസ് കിട്ടി ആരായാലും കയറി പോകും. അത് ശരിയാ. ഒന്നോർത്ത ലാലു ഭാഗ്യവാനാണ്. ആ പടക്കക്കടയിൽ പോയി തീ കൊടുത്തില്ലല്ലോ. അത് ശരിയാ. ഞാൻ നീ കഴിഞ്ഞ വർഷം ഒരു പെൺകൊച്ചിന്റെ പറയണം. അവള് നല്ല ഡീസന്റ് വെച്ചടാ. അത് നിനക്ക് അങ്ങനെ അറിയാം. ഞാൻ മെസ്സേജ് ആയിട്ടൊന്നും പോകാനില്ല. എടാ അവന്മാരെന്തെടുക്കുക? കുറെ നേരമല്ലോ, കളിയും തുടങ്ങാൻ സമയമായി. എടാ നീയൊന്നും ഇനി ആ കണ്ടത്തിലോട്ടൊന്നും ചെന്ന് കയറി കൊടുക്കണ്ട. അവന്മാരെല്ലാം കൂടെ എടുത്ത് നിന്നെയൊക്കെ നാറ്റിച്ച് കൊല്ലും. ഇയാളെ വെറുതെ വിടും. ഇയാള് ചെന്നൈ ഫാൻ അല്ലയോ? പോടാ, കോപ്പാണ്. ഞാൻ ചെന്നൈ ഫാനൊന്നുമല്ല, ധോണി ഫാനായിട്ടാണ് അപ്പം സപ്പോർട്ട് ചെയ്തത്. പിന്നെ പണ്ട് ടസ്കേഴ്സ് ആയിരുന്നപ്പം ആ ടീമിനെ സപ്പോർട്ട് ചെയ്യായിരുന്നു. മലയാളികളുള്ള ടീമാണ് നമ്മളെ ടീം. മല്ലൂടാ. അങ്ങനെ ഒരുത്തം കാല് വാരി സേഫായി. പ്രാവശ്യം മലയാളികളെല്ലാം കിടു കളിയാ. എടാ ശംഭു, അത് പിന്നെ അങ്ങനെയാണല്ലോ. മലയാളികൾ ഗൾഫിൽ ചെന്നാൽ പട്ടിയെ പോലെ പണിയെടുക്കും. നീ ആ സഞ്ജുനെ കണ്ടില്ലേ? ചെക്കൻ പറന്നല്ലേ നിൽക്കണേ. മാസിന് മാസ്, ക്ലാസ്സിൽ ക്ലാസ്. മുംബൈക്കും ചെന്നൈക്കൊക്കെ എത്ര കപ്പടിക്കാനും പെണ്ണിട്ടാനും ഒക്കെ ഒരു യോഗം വേണം മോനെ. അത് ശരിയാ. നിക്ക് നീ അംബാനിയുടെ കാശ് കൊണ്ട് മേടിച്ച കപ്പല്ലേടാ ഇതൊക്കെ. ഞാൻ നന്ദി വേണോടാ. അങ്ങനെ ഉണ്ടായോണ്ടാ നീയൊക്കെ ഇപ്പോഴും 2 GB per day ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരാഴ്ച 150 MB കൊണ്ടിരുന്നേൻ ഇപ്പോഴും. ഞാൻ ആ ബാലു താമസിക്കാൻ മറ്റേ ഫാർഗയിൽ നിന്നെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അയ്യോ അവിടോ അവനെ കൊല്ലാൻ തന്നെ ആണോട് ഇയാള്? Yeah.